6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പാട്ടിലും ഡാൻസിലും കലാപരമായ എല്ലാ കാര്യങ്ങളിലും പഠിത്തത്തിലുൾപ്പെടെ എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ആ കുഞ്ഞ് ഒരിക്കൽ പരീക്ഷ എഴുതാൻ പോയപ്പോഴത്തേക്കും മാതാപിതാക്കൾ പറഞ്ഞു, നീ ഈ പരീക്ഷയ്ക്ക് 1ാം റാങ്ക് വാങ്ങുവാണെങ്കിൽ നിനക്ക് നീ ചോദിക്കുന്ന എന്തും നിനക്ക് നൽകും. കുഞ്ഞ് 6ാം ക്ലാസ്സിലാണ്. 6ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക്, ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏറ്റവും 1ാം റാങ്ക് അവിടെ പാസ്സായി. മാതാപിതാക്കൾ ചോദിച്ചു, നിന്റെ ആഗ്രഹം നിനക്ക് പറയാം. അപ്പോൾ അവൾ ഒരാഗ്രഹവും അവരോട് പറഞ്ഞില്ല. അവർ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, അത് സാധിച്ചു തരണം. ആഗ്രഹം ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ തല പൂർണ്ണമായും മുട്ടയടിക്കണം. അപ്പോൾ ഇനിയും വല്ല ഭ്രാന്തായതാണോ അതോ ഇനി സന്യാസത്തിലേക്ക് തിരിയാനുള്ള കാര്യമാണോ എന്നൊക്കെ ആലോചിച്ച് മാതാപിതാക്കൾ ബുദ്ധിമുട്ടി. എന്തായാലും കുഞ്ഞിന് കൊടുത്ത വാക്കല്ലേ, അത് പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ ഈ കുഞ്ഞിൻ്റെ 6 വയസ്സായ പെൺകുട്ടിയുടെ തലമുടി മൊത്തം ഷേവ് ചെയ്ത് മാറ്റി തലമുട്ടയടിച്ചു. ഇത് സ്കൂളിൽ പിന്നീട് ചെന്നപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പൾ കരഘോഷത്തോടെ ഇത് സ്വീകരിച്ചു. കാര്യം വേറൊന്നും വരുന്നില്ല, കൂടെ ഉണ്ടായിരുന്ന ഒരു ആൺകുട്ടി ക്യാൻസർ ബാധിതനായി മുട്ടയടിച്ച് അവിടെ ഇരിക്കുന്നു എന്നറിഞ്ഞ ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ ഈ കുഞ്ഞിനോട് ഒരു സഹതാപം തോന്നുകയല്ല, എമ്പതിയാണ് തോന്നിയത്. സിമ്പതിയല്ല, എമ്പതിയാണ് തോന്നിയത്. അപ്പോൾ മറ്റുള്ളവർ അവനെ കളിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇത് സാധാരണമാണെന്ന് കാണിക്കാൻ വേണ്ടി ഈ പെൺകുട്ടി തല മുട്ടയടിച്ച് ക്ലാസ്സിൽ വന്നതാണ്. ക്ലാസ് അത് കരഘോഷത്തോടു കൂടി അതിനെ സ്വീകരിച്ചു. അവന് ചെറുതായതുപോലെ തോന്നുന്നു ആ ക്യാൻസർ ബാധിതനായ കുഞ്ഞിന് വേറെ ആരും സഹായമില്ല. മറ്റ് ക്ലാസ്സിലെ എല്ലാവരുടെയും തലയിൽ മുടിയിരിക്കുമ്പോൾ ഞാൻ മുടിയില്ലാത്ത എന്നെ കളിയാക്കുമല്ലോ എന്നുള്ളത് ഞാൻ അതിനൊരു മാതൃക കാണിക്കണമല്ലോ എന്ന് വെച്ചാണ് ഈ കുഞ്ഞ് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്. ഇത് പ്രിൻസിപ്പളിൻ്റെയും കുട്ടികളുടെയും ഇത് സംഭവിച്ച കഥ തന്നെയാണെന്നാണ് അറിയുന്നത്. ഇത് പലയിടത്തും ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് സംഭവിച്ചൊരു കഥയാണ്. പലപ്പോഴും എമ്പതിയും സിമ്പതിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും. സിമ്പതി എന്ന് പറഞ്ഞാൽ ഒരാളോട് അങ്ങ് സഹതപിക്കുന്ന ഒരു കേസാണ്. പക്ഷേ എമ്പതി, സോഷ്യൽ വർക്കിലൊക്കെ പറയുന്ന എമ്പതി എന്ന് പറഞ്ഞാൽ അതിനോട് സമരസപ്പെട്ടുകൊണ്ട് അതിൻ്റെ ആ പരിസരത്തെ മാറ്റുവാനായിട്ട് ആത്മാർത്ഥമായ ശ്രമം, അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഭവമാണ് എമ്പതി എന്ന് പറയുന്നത്. ഈ എമ്പതിക്ക് വേറെ എക്സാമ്പിൾസ് ഒന്നും നമ്മൾ വിചാരിക്കേണ്ട, ഇത് തന്നെയാണ് ഒരു നല്ല ഒരു എക്സാമ്പിൾ. ആ കുഞ്ഞിന്, ആ ക്യാൻസർ ബാധിതനായ കുഞ്ഞിനുണ്ടാകുന്ന അപകർഷതാബോധത്തെ മറികടക്കാൻ ഇത് സാധാരണ സംഭവമാണെന്ന് വരുത്താൻ വേണ്ടി പെൺകുട്ടി തല മുട്ടയടിച്ചത് നമ്മളെല്ലാം കരളടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അപ്പോഴെപ്പോഴും ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ ജയിക്കുമ്പോൾ തോൽക്കുകയും തോൽക്കുമ്പോൾ ജയിക്കുകയും ചെയ്യുന്ന ഒരൊറ്റ കാര്യമേ ഈ ഭൂമിയിലുള്ളൂ. നമ്മൾ പലപ്പോഴും പലതിനായിട്ടും തോറ്റു കൊടുക്കുമ്പോൾ വേറെ പലരും ജയിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ കോമ്പറ്റീറ്റീവ് വേൾഡ്. കോമ്പറ്റീഷൻ, മറ്റൊരാളെ തോൽപ്പിച്ചാൽ മാത്രമേ എനിക്ക് വിജയമുള്ളൂ എന്ന് പറയുന്നൊരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ്. മറ്റുള്ളവരെയും കൂടെ കൂട്ടിക്കൊണ്ട് അവരും കൂടെ എന്നോടൊപ്പം ഉയരണമെന്ന് ചിന്തിക്കുന്നതാണ് യഥാർത്ഥ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. അല്ലാതെ കോമ്പറ്റീഷൻ, ഇപ്പോൾ നടക്കുന്ന കോമ്പറ്റീഷനിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എവിടെ എത്തിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഈ കഥയൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒരു നല്ലൊരു ഗുണപാഠമാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നിങ്ങൾ എൻ്റെ യൂട്യൂബ്